ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ സന്തോഷകരവും അനുഗ്രഹവും നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുന്നു. 2025 വാവ് 2025 ഇത് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. നിങ്ങൾ എല്ലാവരും അനേകം പ്രമേയങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ആ പ്രതിജ്ഞകൾ കേൾക്കാം. ഓരോരുത്തരുടെയും. എല്ലാവരും അത് പ്രൈവറ്റ് ആണെന്ന് പറയുന്നു. അത് എനിക്കും ദൈവത്തിനും തമ്മിലുള്ളതാണ്, അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളതല്ല. നീ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? എന്താ അത്? പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കും. ഓക്കെ, താങ്ക്സ്, വെരി നൈസ്. സോ ഈ വർഷം ദൈവം എന്നോട് പറഞ്ഞു, ദൈവം സമൃദ്ധിയായി അനുഗ്രഹത്തിൻ്റെ മഴ വർഷിപ്പിക്കുമെന്ന്. ആശീർവാദത്തിൻ്റെ മഴ. ഇത് തീർച്ചയായും അനുഗ്രഹങ്ങൾ പെയ്യുന്ന വർഷമായിരിക്കും. എഹെസ്കേൽ 34 26 വാക്യം അതിൽ പറയുന്നു, ഞാൻ അനുഗ്രഹകരമായ മഴയായിരിക്കും. കുന്നുകളിലും താഴ്വരകളിലും സമൃദ്ധമായ മഴയുണ്ടാകും. സമൃദ്ധമായ മഴ. എന്നാൽ ഒരു വലിയ വരൾച്ചയ്ക്ക് ശേഷമാണ് അത് വരിക. എലിയാവിൻ്റെ കാലത്ത് അതുണ്ടായി. എലിയാവിൻ്റെ കാലത്ത് ഒരു വലിയ വരൾച്ചയുണ്ടായി. കാരണം ജനങ്ങൾ ദൈവത്തെ വിശ്വസ്തയോടെ അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ മൃഗീയമായി ഉപദ്രവിച്ചു, കൊന്നു, കഴുത്തറുത്തു. അന്നത്തെ രാജ്ഞി, ഭരണകർത്താവ്. അതിനാൽ രാജ്യം ശാപത്തിനിരയായി. ഒന്നും വളർന്നില്ല, മഴയില്ല, അനുഗ്രഹമില്ല. അതാണ് സംഭവിക്കുക. രാജ്യത്ത് അനീതി നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാജ്യത്തെ ഭരിക്കുന്ന രാജാക്കന്മാർ ദൈവത്തെ ആരാധിക്കാൻ ജനങ്ങളെ അനുവദിച്ചില്ല. ആ അനീതിയുള്ള ഭരണം, അതിനാൽ അനവധി ദുരിതങ്ങൾ. പക്ഷേ എലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് രാജാവിനോട് പറയണം, ഞാൻ മഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന്. ഞാൻ മഴ പെയ്യിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെ അയാൾ സന്ദേശമയച്ചു. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന് സന്ദേശമയച്ചു. ഭരണകൂടത്തിലെ ഉയർന്ന അധികാരിക്ക്, അതായത് രാജാവിനോട് ചെന്ന് പറയൂ, മഴ പെയ്യാൻ പോവുകയാണെന്ന്. എലിയാ പ്രവാചകൻ ചെന്നു പറഞ്ഞു. അധികാരി പറഞ്ഞു, ഞാനിത് അറിയിച്ചാൽ തീർച്ചയായും എൻ്റെ തല വെട്ടിക്കളയുമെന്ന്. കാരണം യഹോവ ഇത് പറഞ്ഞ ശേഷം നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളെ എവിടെ കണ്ടുപിടിക്കും? മഹാരാജ്ഞി നിങ്ങളെ തിരയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകനെ കൊന്നുകളയാനായി. സോ ആ സമയത്താണ് ദൈവം ഈ വാക്ക് നൽകിയത് ജനങ്ങൾക്ക്. അതെ, പക്ഷേ അതിനു മുൻപ് ദൈവം ഒരു അടയാളം കാണിച്ചു. എലിയാവിൻ്റെ പ്രാർത്ഥനയിലൂടെ ആകാശത്തു നിന്ന് തീ വർഷിച്ചു. മറ്റുള്ള പ്രവാചകന്മാരും തീ വർഷിക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. എന്നാൽ എലിയാവ് പറഞ്ഞു, യഹോവേ കേൾക്കണമേ, അങ്ങ് എന്നോട് സംസാരിച്ചു എന്ന് കാണിക്കണമേ. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ദൈവമാണങ്ങെന്ന് തെളിയിക്കും. എന്നിട്ട് യഹോവ തീ വർഷിപ്പിച്ചു. രാജാവ് അത് കണ്ടു. അന്ന് മറ്റ് പ്രവാചകന്മാരെയെല്ലാം കൊന്നുകളഞ്ഞു. അതിനുശേഷം എലിയാവ് പറഞ്ഞു, മഹാരാജാവേ, ഒരു മിനിറ്റ്. ദൈവം പറഞ്ഞു, ഞാൻ മഴ വർഷിപ്പിക്കുമെന്ന്. മഴ ആർത്തിരമ്പി വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, സമൃദ്ധമായ മഴ. എന്നാൽ അതിനുശേഷം എലിയാവ് പ്രവചനം പറയാതെ അവിടം വിട്ടില്ല. അയാൾ കുമ്പിട്ട് 7 പ്രാവശ്യം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മഴ അയക്കണേ, മഴ അയക്കണേ, മഴ അയക്കണേന്ന്. ഒടുവിൽ മഴ പെയ്തു. അങ്ങനെ പ്രവാചകനെ അമാനുഷിക ശക്തിയോടെ രാജാവിൻ്റെ മുന്നിൽ ദൈവം ഓടിപ്പിച്ചു. മഴ പെയ്യുന്നതിന് മുൻപ് പട്ടണത്തിൽ എത്തിച്ചേരാൻ വേണ്ടി രാജാവ് രഥത്തിൽ പോവുകയായിരുന്നു. പക്ഷേ പ്രവാചകൻ രഥത്തിൻ്റെ മുൻപിൽ ഓടി. ഈ വർഷം അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വരൾച്ചയ്ക്ക് വിരാമമിടും. ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് സർവനാശവും അനീതിയും കൊണ്ടുവന്ന വരൾച്ച. ദൈവം ആകാശം തുറക്കാൻ പോകുന്നു. എന്നിട്ട് തൻ്റെ അമാനുഷിക ശക്തിയുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങൾ കാണിക്കും. താനാണ് ദൈവം എന്ന് കാണിക്കും. എന്നിട്ട് ദൈവം മഴ പെയ്യിക്കും. അതിന്
എല്ലാ പ്രവാചകന്മാരും നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും വീണ്ടും 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 പ്രാർത്ഥിക്കണം. 7 പ്രാവശ്യം മഴ പെയ്യ്ക്കാൻ വേണ്ടി. അങ്ങനെ മഴ പെയ്യാൻ ആരംഭിച്ചാൽ മേഘങ്ങൾ വരും, മഴക്കാറുകൾ കാണാൻ സാധിക്കും. അന്ന് നിങ്ങൾ ഓടാൻ തുടങ്ങും. രാജാവിന്റെ രഥത്തെക്കാൾ വേഗതയോടെ നാം വേഗതയോടെ ഓടും. മിനിസ്ട്രിയിൽ ദൈവം തന്ന വാക്ക് നാം പൂർത്തിയാക്കും. ആർക്കും നമ്മെ തടയാനാവില്ല. ലോകത്തിന്റെ ശക്തികൾക്ക് മുൻപായി നാം ഓടും. ഈ ലോകത്തിലെ അധികാരങ്ങൾക്ക് മുൻപായി നാം ഓടും. എന്നിട്ട് ദൈവത്തിന്റെ മഴ രാജ്യത്തെത്തിക്കും. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. 2025 അതായത് യേശുവിന്റെ നാമത്തിൽ നാം ഇത് പ്രസ്താവിക്കുന്നു. ഇന്ത്യയിലും ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും കഴിഞ്ഞ വർഷം കണ്ട എല്ലാ നാശങ്ങൾക്കും പകരമായി സമൃദ്ധമായി മഴ പെയ്യും. അങ്ങനെ മഴ ആർത്തിരമ്പി വരുന്നത് നാം കേൾക്കും. ഇനി നമുക്കെല്ലാവർക്കും കൈകൾ കോർത്ത് പ്രാർത്ഥിക്കാം. കേറ്റി, നീയും പ്രാർത്ഥനയിൽ ചേരണം. പ്രൈസ് ഗോഡ്. മോളെ കേറ്റി, നീയും പ്രാർത്ഥിക്കൂ. കർത്താവായ യേശുവേ, 2025 അനുഗ്രഹിക്കണമേ. 2025 മഴ പെയ്യിക്കണേ കർത്താവേ. മഴ പെയ്യിക്കണേ കർത്താവേ. സമൃദ്ധിയായി മഴ പെയ്യിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ദൈവമക്കളുടെ മേൽ മഴ സമൃദ്ധിയായി പെയ്യുന്നത് കാണാൻ പോവുകയാണ് എന്നത് തികച്ചും ആവേശമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീസസ് കോൾസിൻ്റെയും ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലും എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ജീവിതത്തിൽ സമൃദ്ധിയായി പെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഇത് ഞങ്ങൾ ഒരു പാട്ടായി പാടി എഴുതിയിരിക്കുന്നു. ഈ വർഷത്തിനായി ഞങ്ങൾ അത് ആഹ്വാനം ചെയ്തിരിക്കുന്നു. പല വേർഷിപ്പ് ലീഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ദൈവദാസന്മാരുടെയും കൂടെ ഞങ്ങൾ ഇത് പാടിയിരിക്കുന്നു. ഈ പാട്ട് നിങ്ങളും കൂടെ പാടണം, ഇത് കാണണം, എന്നിട്ട് ഇപ്പോൾ തന്നെ ഈ വാഗ്ദാനം സ്വീകരിക്കണം. மழை பொழியும் காலம் இதுதானே. ஆவியானவர் காற்றாய் வீச பெருமழை பெய்திடுமே. ஆசீர்வாதம் மழை பொழியும் காலம் இதுதானே. ஆவியானவர் காற்றாய் வீச பெருமழை பெய்திடுமே. உன்னதத்திலிருந்து உன்மேல் ஆவியை ஊற்றிடுவார். உலர்ந்து போன உன்னை இயேசு உயிர் பெற செய்திடுவார். അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് 2025 എന്ന വർഷത്തിലേക്കുള്ള ഞങ്ങളുടെ വാഗ്ദത്ത ഗാനം. സോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായി നിങ്ങൾ റെഡി ആയിക്കോളൂ. ഇത് കൂടെ പാടൂ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് വിവിധ ഭാഷകളിൽ ലഭിക്കുന്നതാണ്. ജീസസ് കോൾസ് തമിഴ് ചാനൽ, ജീസസ് കോൾസ് ഹിന്ദി ചാനൽ, ജീസസ് കോൾസ് തെലുഗു യൂട്യൂബ് ചാനൽ, ഇവയെല്ലാറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഇത് കേൾക്കാൻ സാധിക്കും. ഇത് ആഹ്വാനം ചെയ്ത് ജീവിതത്തിലേക്ക് സ്വീകരിക്കൂ. ഈ വരികൾ കാണാതെ പഠിച്ച് ദിവസവും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി പാടണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം നേടാനാകും. സോ യൂട്യൂബിൽ ഇത് കാണാൻ മറക്കരുത്. കൂടാതെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ടൈറ്റിൽ തമിഴിൽ ഇതാണ്: ആശീർവാദമഴ. ആശിഷോങ്കി ബാരിഷ്, ആശീർവാദപ്പൂ വർഷമു. ഇത് തെലുങ്കാണ്. പ്രൈസ് ഗോഡ്.
ഇത് ചർച്ചിൽ പ്രസ്താവിച്ച് എല്ലാ ആരാധനകളിലും പാടണം. അപ്പോൾ അനുഗ്രഹത്തിന്റെ മഴ പെയ്യും. എന്നിട്ട് പൈശാചിക അനീതികളെ എല്ലാം കഴുകിക്കളയും. അതുപോലെ പിശാചിന്റെ നശീകരണ പ്രവർത്തികളും. പ്രൈസ് ഗോഡ്. വാവ്, ഇത് വമ്പിച്ച അനുഗ്രഹങ്ങളുടെ വർഷമായിരിക്കും. ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ് സിസ്റ്റർ ഇവാഞ്ചലിൻ? ഈ വർഷം നാം ദൈവത്തെ കൂടുതൽ വിശ്വസിക്കും. അപ്പോൾ ദൈവം കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യും. ബൈബിളിൽ മത്തായി 19:26 പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന്. ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് നാം വിശ്വസിക്കുന്ന നിമിഷം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഒരു മനുഷ്യന് മരിച്ച ജഡത്തെ ജീവിപ്പിക്കാനാകുമോ? ഒരു മനുഷ്യന് ജനങ്ങളെ സുഖപ്പെടുത്താനാകുമോ? ഒരു മനുഷ്യന് കടലിനെ 2 ഭാഗിക്കാനാകുമോ? അത് ശരിക്കും അസാധ്യമാണ്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാക്കാനാകും. എല്ലാം സാധ്യമാക്കാനാകും. പക്ഷേ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കൂ. അതുപോലെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കൂ. തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഒരു സാക്ഷ്യം പങ്കിടാൻ പോവുകയാണ്. മിസ്റ്റർ സുബ്രഹ്മണ്യൻ, ഞാനൊരു TV പ്രോഗ്രാമിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ പ്രശ്നമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം വെല്ലൂരിലെ CMC ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് ഹൃദ്രോഗം ഉള്ള പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം അതിൽ വിശ്വസിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിരിക്കുന്നു, ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി എന്ന്. പിന്നീട് അദ്ദേഹം വെല്ലൂരിലേക്ക് പോയി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ, അങ്ങെന്നെ സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ എനിക്ക് സർജറി ചെയ്യില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ അത്ഭുതം നടന്നാൽ ഞാൻ എൻ്റെ സർജറിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ തുക അവരുടെ ശുശ്രൂഷയ്ക്കായി കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യമില്ലെന്ന്. എല്ലാ മഹത്വവും ദൈവത്തിന്. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ എന്നെ കാണാൻ വന്നു. മിനിസ്ട്രിക്ക് വേണ്ടി ഓഫറിംഗ് തന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ വയലിലെ വിളവും കൊണ്ടുവന്ന് തന്നു. വയലിലെ ആദ്യത്തെ വിളവായിരുന്നു അത്. ആ കുടുംബം മുഴുവനും നന്ദി പറയുകയുണ്ടായി. ദൈവം അയാൾക്ക് പുതിയൊരു ഹൃദയം കൊടുത്തു. പുതിയ ഹൃദയം. നന്ദി ദൈവമേ. അവർ അസാധ്യമായതിനെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അത്ഭുതം സംഭവിച്ചത്. ഇതുപോലെ നിങ്ങളും ഈ വർഷം എന്തെങ്കിലും അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം, അഥവാ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ. ദൈവം തീർച്ചയായും നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അത്ഭുതം നടത്തി കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങൾ സ്പർശിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ഒഴുകി വരുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കൂ. ഒരത്ഭുതം തീർച്ചയായും നടക്കും. ഒരത്ഭുതം തീർച്ചയായും നടക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും. അവൻ്റെ അനുഗ്രഹവും ഉണ്ടായിരിക്കും. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവകരങ്ങൾ ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവിതം അതികഠിനമായി കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ അനേകം തെറ്റിദ്ധാരണകളും സെപ്പറേഷൻസും ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും എല്ലാം പല ഭീകര വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ കരങ്ങൾ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേലുണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ ഇന്നും എന്നേക്കും നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും. ചിലപ്പോൾ സംരക്ഷണത്തെക്കുറിച്ച് നാം കൂടുതൽ കാര്യമായി ചിന്തിക്കുന്നില്ല. നാം സുരക്ഷിതരാണ്. മക്കളെ നാം സ്കൂളിലേക്ക് അയക്കുന്നു, അവർ സുരക്ഷിതരായി തിരിച്ചു വരുന്നു. പക്ഷേ അതിന് നമ്മൾ കൂടുതൽ പ്രസക്തി കൊടുക്കാറില്ല. അതിന് കാരണം നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തിലുള്ളതാണ്.
സോ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വളരെ നന്നായി സംരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ. പലർക്കും കുട്ടികളെക്കുറിച്ചോർത്ത് മനപ്രയാസം ഉണ്ടാകും. അവർ വേറെ നാടുകളിലായിരിക്കും, നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കും, തനിച്ച് താമസിക്കുകയാവും. പക്ഷെ ദൈവത്തിന്റെ സംരക്ഷണകരങ്ങൾ ഓരോരുത്തരുടെയും മേലുണ്ടാവും. രാഹ എന്നൊരു വേശ്യയുടെ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ദൈവം അവളെ തിരഞ്ഞെടുത്ത് അവളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അവൾ ദൈവത്തിന്റെ മകളെ തന്റെ വീട്ടിൽ സംരക്ഷിച്ചു. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് അവൾക്ക് ഭയപ്പെടാമായിരുന്നു. എങ്ങനെയാണ് ആ പട്ടണത്തിൽ ജീവിക്കുകയെന്ന്. പക്ഷേ അതിലുപരി അവൾ ദൈവവാക്കനുസരിച്ചു 5 പേരെ ഒളിപ്പിച്ചു വെച്ചു. അതിനാൽ ദൈവം അവളെയും കുടുംബത്തെയും സർവനാശത്തിൽ നിന്നും സംരക്ഷിച്ചു. ആ പട്ടണം മുഴുവനും നശിച്ചുപോയി. അവളുടെ കുടുംബം മാത്രം സുരക്ഷിതരായി. നിങ്ങൾ ഇന്ന് കരുതുന്നുണ്ടാവും, ഞാൻ പാപിയാണ്, ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ യോഗ്യനല്ല, ദൈവം എന്നെയും മക്കളെയും സംരക്ഷിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ദൈവം പാപിയെ തിരഞ്ഞെടുത്തതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ സംരക്ഷണ കരങ്ങൾ ഈ വർഷം നിങ്ങളുടെ മേൽ കൂടുതലുണ്ടായിരിക്കും. ഈ വർഷം ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ വർഷം ദൈവം യെഹെസ്കേൽ 34:29 പ്രകാരം ജനങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. അതായത്, ഞാൻ അവർക്ക് കീർത്തിയുള്ളൊരു നടുതലയുണ്ടാക്കും. അവരിനി ദേശത്ത് പട്ടിണി കടന്ന് നശിക്കുകയില്ല. ജാതികളുടെ നിന്ദ ഇനി വഹിക്കുകയുമില്ല. ജീവിതത്തിലെ അവസ്ഥകൾ കാരണം പലർക്കും അനേകം കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. അവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കാം, വീട് നഷ്ടപ്പെട്ടിരിക്കാം, ഭൂമി നഷ്ടപ്പെട്ടിരിക്കാം, മക്കളെ നഷ്ടപ്പെട്ടിരിക്കാം, സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കാം. എന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതും. എനിക്കുണ്ടായതെല്ലാം നഷ്ടപ്പെട്ടു. പലപ്പോഴും യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് ഒരുപക്ഷെ കുടുംബത്തിൽ ബന്ധനസ്ഥരായിരിക്കാം. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ തരം താഴ്ത്തുന്നുണ്ടാവും. അവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. അവർക്കെതിരായി മന്ത്രവാദം ചെയ്യും. എല്ലാ ഭാരവും ചുമന്ന് അവർ പ്രയാസപ്പെടുന്നുണ്ടാവും. ആ സ്ഥിതിയിലും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നുണ്ടാവും. ഞാൻ യേശുവിനെ വിടില്ല. എന്നാൽ പ്രത്യാശയുണ്ട്. ഈ വർഷം വയലിൽ വരൾച്ചയുണ്ടായിട്ടുള്ളവർക്ക് ദൈവം വാക്ക് തരുന്നു, ഈ വർഷം നിങ്ങൾക്ക് വരൾച്ചയുണ്ടാവില്ല. അവർക്ക് സമൃദ്ധിയായി വിളവുണ്ടാവും. ഈ അനുഭവം ഉണ്ടായ ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞിരുന്നു. അയാളുടെ പേര് രാമസ്വാമി എന്നാണ്. സേലത്താണ്. അയാളൊരു കർഷകനാണ്. അയാൾക്ക് ഭാര്യയും ഒരു മകളുമുണ്ട്. അയാളുടെ മകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്ക് ബാധ കയറുകയുണ്ടായി. അവർ ജീസസ് കോൾസിൽ പ്രെയർ മീറ്റിംഗിന് വന്നിരുന്നു. അവർ അവിടെ ഇരുന്നപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ വിമോചിക്കപ്പെട്ടു. ആ ദിവസം മുതൽ കുടുംബം മുഴുവനും യേശുവിനെ സ്വീകരിച്ചു. യേശുവിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അന്നു മുതൽ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അത് കാരണം അവരുടെ കുടുംബക്കാർ അവരെ പുറത്താക്കി. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവരുടെ സ്ഥലം മുഴുവൻ അപഹരിച്ചു. അവർക്ക് ഭാര്യയുടെ അമ്മയുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു 6 മാസത്തോളം. അപ്പോഴും അവർ യേശുവിനെ തള്ളിക്കളഞ്ഞില്ല. യേശു കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ അവനെ വിടും, യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞില്ല. ആ സ്ഥിതിയിലും അവർ എല്ലാവരും യേശുവിനെ മുറുകെ പിടിച്ചു. അവർ തുടർച്ചയായി ജീസസ് കോൾസ് പ്രേയർ ടവറിലേക്ക് വരും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ മധ്യസ്ഥർ അവരുടെ പ്രാർത്ഥനാ അപേക്ഷകൾക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. ദൈവം അവരുടെ കുടുംബത്തിലുള്ളവരോട് അത്ഭുതകരമായി സംസാരിച്ചു. അവർ ഇവരുടെ വീട് തിരികെ കൊടുത്തു, സ്ഥലം തിരികെ കൊടുത്തു, അവർ പിടിച്ചെടുത്തതെല്ലാം തിരികെ കൊടുത്തു. അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വയലിൽ കരിമ്പ് നട്ടു, പിന്നെ മഞ്ഞൾ. അങ്ങനെ അവർ കരിമ്പ് കൊയ്തു കഴിഞ്ഞ ശേഷം കരിമ്പിൽ നിന്നെടുത്ത ശർക്കര മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. അപ്പോൾ മാർക്കറ്റിലുണ്ടായിരുന്നവർ പറഞ്ഞു ശർക്കര നല്ല ക്വാളിറ്റി ആയിരുന്നു എന്ന്. അങ്ങനെ അവരുടെ വിളവിന് നല്ല പേര് കിട്ടി. അയാൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്തു. ദൈവം അയാളെ ഉയർത്തി. അയാൾക്ക് പിന്നീട് നിന്ദയുണ്ടായില്ല, വരൾച്ച അനുഭവപ്പെട്ടില്ല. അവരെടുത്ത വിളവിന് നല്ല പേര് കിട്ടുകയും ചെയ്തു. സോ അതേപോലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾ പറയും വരൾച്ച ബാധിച്ചിരിക്കുന്നു, നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും നല്ലത് എല്ലാവരും അറിയും. അവർ പറയും ദൈവം നിങ്ങളോടൊത്തുണ്ട്. യേശു നിങ്ങളുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കും. ഞാൻ യെഹെസ്കേൽ 34:30 വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്,
യഹോവ അവരോട് കൂടെ ഉണ്ടെന്ന് അവരിങ്ങനെ അറിയും എന്ന്. ഇത് വായിച്ചപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇസഹാക്കും അവൻ്റെ ദാസനും ഗരാർ എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു കിണർ കുഴിക്കാൻ തയ്യാറായി. വെള്ളം വരാൻ തുടങ്ങി. ഗരാറിലെ ജനങ്ങൾ അത് കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് അവനോട് വഴക്കിട്ടു. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാടാണ്, ഈ സ്ഥലം ഞങ്ങളുടേതാണ്. അത് കാരണം ഇസാക്ക് ആ കിണറിന് ഏശക്ക് എന്ന് പേരിട്ടു. എന്നിട്ടവൻ തൻ്റെ ദാസന്റെ കൂടെ വേറെയൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ മറ്റൊരു കിണർ കുഴിച്ചു. വെള്ളം വന്നു. അവര് വളരെയധികം സന്തോഷിച്ചു. വീണ്ടും ആ സ്ഥലത്ത് വസിച്ചിരുന്നവർ വന്ന് അവനോട് വഴക്കിട്ടു. അവൻ ആ കിണറിന് സിത്ന എന്ന് പേരിട്ടു. പക്ഷേ അവൻ പിന്മാറിയില്ല. വീണ്ടും വേറെയൊരു സ്ഥലത്ത് ചെന്ന് വേറെയൊരു കിണർ കുഴിച്ചു. വെള്ളം വരുന്നത് കണ്ടു. അതിനവൻ രഹോബോത്ത് എന്ന് പേരിട്ടു. അവിടെയുള്ളവർ അവനോട് വഴക്കിട്ടില്ല. അവര് വളരെ സന്തോഷിച്ചു. ദാസന്മാരും സന്തോഷിച്ചു. ദൈവം ഇസഹാക്കിന്റെ കൂടെയുണ്ടെന്ന് അവർ കണ്ടു. അവിടെ വസിച്ചിരുന്നവരും അത് കണ്ട് ദൈവം തീർച്ചയായും നിന്റെ കൂടെയുണ്ട് എന്ന് സമ്മതിച്ചു. അതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. കഴിഞ്ഞ വർഷവും പിന്നെ കഴിഞ്ഞ മാസവും നിങ്ങളുടെ ഓഫീസിലും പിന്നെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും. പക്ഷേ ദൈവം തീർച്ചയായും അത്തരം പരിതസ്ഥിതികളിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ സഹായിക്കും. ദൈവം അത് തെളിയിക്കും. എന്നിട്ട് ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ഈ വർഷം ദൈവം നിങ്ങളെയും 100 മടങ്ങ് അനുഗ്രഹിക്കും. കൂടാതെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ മഴ പോലെ പൊഴിയും. That's wonderful. അത്ഭുതം. പ്രൈസ് ഗോഡ്. 100 മടങ്ങ് വർധന ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ക്ഷാമമില്ല. നാം നാശങ്ങളും ക്ഷാമവും തടസ്സങ്ങളും കണ്ടിരിക്കുന്നു. സാത്താൻ അനുഗ്രഹങ്ങളെ അപഹരിക്കുന്നതും നാം എന്ത് ചെയ്താലും അതിനുള്ള ഫലം കിട്ടിയില്ല. ജനങ്ങൾ കിണറുകൾ മൂടി. എക്സാക്ട്ലി. പക്ഷെ ഈ വർഷം 100 മടങ്ങ് വർധനവ് ഉണ്ടാകും. അതൊരു റഹബോ ആയിരിക്കും. ശത്രുക്കളില്ല. നമ്മുടെ ജോലി തടയാൻ നാം യേശുവിന്റെ നാമത്തിൽ പ്രസ്താവിക്കുന്നു. ആ അനുഗ്രഹം ഞങ്ങൾ നിങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. അനുഗ്രഹം വർഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഹെസ്കേൽ 34 വാഗ്ദത്തത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 31 വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ ആടുകളാണ്. ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൻ പുറത്തെ ആടുകൾ. ഞാൻ നിങ്ങളുടെ യഹോവയാകുന്നു. സോ അവൻ നമ്മുടെ ദൈവമാണെന്ന് നാം കാണാൻ പോകുന്നു. കൂടാതെ ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കാണിക്കുകയും ചെയ്യും. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം അവൻ നമ്മളുടെ ദൈവമാണ്, മഹാനും ഉന്നതനുമായ ദൈവം. അത് ദൈവം ഈ വർഷം തെളിയിക്കും. അത് നമ്മെ കാണിക്കും, ജനങ്ങൾക്കും കാണിച്ചു കൊടുക്കും. അടയാളം, അത്ഭുതം, അതിശയങ്ങൾ, ഇവയിലൂടെ ഇന്ന് നാം ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും അതിശക്തമായ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ കാണിച്ചു തരും. ദൈവം നമ്മെ കുടുംബമായി സംരക്ഷിക്കും. നമ്മെ എല്ലാവരെയും കൂട്ടിയിണക്കി സംരക്ഷിച്ച് നമ്മെ ദൈവത്തിൻ്റെ കുടുംബമായി കാണിക്കും. നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് അത്ഭുതകരമായി തിരിച്ചു തരും. എന്നിട്ട് 100 മടങ്ങും 1000 മടങ്ങുമായി പ്രതിഫലം തന്ന് നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കും. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവൻ നമ്മുടെ ദൈവമാണെന്ന് കാണിക്കും. 2024 ദൈവം ഡാഡിയിലൂടെ പ്രവചിച്ചു. അതായത് ദൈവം ജനങ്ങളെ കാണിക്കും. സാത്താൻ്റെ പ്രതിനിധികളായവർക്കും അവന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ദൈവം നമ്മെ സ്നേഹിക്കും എന്ന്. യേശു നമ്മെ സ്നേഹിക്കുന്നു. അവൻ അവരെ നേരെയാക്കും. എൻ്റെ വിശ്വാസം ഈ വർഷം സമയം അത്ഭുതകരമായി നീങ്ങും എന്നാണ്. അവർക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടാവില്ല. പകരം ഇങ്ങനെ പറയാനേ പറ്റൂ, ഈ മഹാനായ ദൈവം നിങ്ങളോടൊത്തുണ്ട്. ഡാഡി ഏലിയാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ അത്ഭുതങ്ങളുടെ എല്ലാം അവരെക്കൊണ്ട് ദൈവം അത് അംഗീകരിപ്പിക്കും. സോ അതിനുവേണ്ടി അവൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. അവൻ നമ്മുടെ ദൈവമാണെന്ന് പറയാനായി
ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദൈവമാണ്. നാം വെളിപാട് 3:20 വായിക്കുന്നത് പോലെ അവൻ നമ്മുടെ ഹൃദയ കവാടത്തിൽ നിന്നുകൊണ്ട് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ യേശു കയറി അവൻ്റെ കൂടെ ഭക്ഷിക്കും, അവൻ്റെ കൂടെ ഇരിക്കും. ദൈവം നമ്മോടൊത്തിരിക്കാനായി വന്നതിന് നമ്മുടെ ഹൃദയം അതിനായി സന്തോഷിക്കും. ദൈവം നമ്മുടെ ജോലിസ്ഥലത്തുള്ളതല്ല, ദൈവം നമ്മുടെ ദേവാലയത്തിലോ ശുശ്രൂഷയിലോ ഉണ്ടെന്നതല്ല, കെട്ടിടത്തിലോ വീടുകളിലോ അല്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ദൈവമായിരിക്കും. അവന് വേണ്ടി നാം ഹൃദയം തുറന്നാൽ അവൻ നമ്മുടെ ദൈവമാകും. എനിക്കറിയാം, ഈ പ്രോഗ്രാം കാണുന്ന അനേകം പ്രേക്ഷകരും പാർട്ട്നേഴ്സും ഒരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തിന് നൽകും. അപ്പോൾ ദൈവം വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. നിങ്ങളെ ഒരിക്കലും വിട്ടുപോയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. ഇസ്രായേലിയർ മരുഭൂമിയിൽ അനുഭവിച്ചതെല്ലാം ഞാൻ ഈ വേളയിൽ ഓർക്കുകയാണ്. അവർ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ കാൽനടയായി നടന്നു എന്ന് പറയുന്നു. അവർ വളരെയധികം കഷ്ടപ്പെട്ടു, പലതും കുറവായിരുന്നു, കീറിയ തുണികൾ ഉടുത്തു, അങ്ങനെ പലതും. പക്ഷെ ഒന്നും നാം ഓർക്കണം, ദൈവം അവർക്ക് മുൻപായി പോയിരുന്നു, പിന്നിലുമുണ്ടായിരുന്നു. ദൈവം അവരോട് കൂടെ പോയി. അവൻ പകലിൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും നിന്നു. ദൈവം ഒരിക്കലും അവരെ തനിച്ചാക്കില്ല. ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ എന്നെ സ്വീകരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ കൂടെ വരും മരുഭൂമിയിലൂടെ. നിങ്ങൾക്ക് വെള്ളവും ആഹാരവും എന്തൊക്കെയില്ലെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാത്തപ്പോഴും വഴിയിലെല്ലാം ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. സത്യം, ഇസ്രായേലിയരുടെ മുന്നിൽ ഞാൻ അത്ഭുതം കാണിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ അത്ഭുതം കാണിക്കും. ഞാൻ നിങ്ങളോടൊത്തുണ്ടെന്ന് കാണിക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. സോ ഈ വർഷം ലോകം എത്ര തന്നെ കഠിനമായിരുന്നാലും ശരി, അവൻ നമ്മിലൂടെ തന്നെ പ്രദർശിപ്പിക്കും. അനുഗ്രഹങ്ങൾ മഴ പോലെ വർഷിപ്പിച്ച് അവൻ നമ്മുടെ ദൈവമാണെന്ന് കാണിക്കും. അതിനാൽ നമുക്ക് വളരെ പ്രത്യാശയും വിശ്വാസവുമുണ്ട്. ഏറ്റവും നല്ല പ്രവാഹം പരിശുദ്ധാത്മാവിന്റെ പ്രവാഹമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2:17 ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ എന്റെ പരിശുദ്ധാത്മാവിനെ വർഷിപ്പിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ വർഷം യുവജനങ്ങൾ എഴുന്നേറ്റ് വരും. അവരുടെ അടിമത്തത്തിൽ നിന്നും ആലസ്യത്തിൽ നിന്നും അവരെല്ലാവരും പ്രവചിക്കാൻ ആരംഭിക്കും. ദൈവത്തിന്റെ പദ്ധതി ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും ദൈവം അധികാരം നൽകുന്നതാണ്. അവന്റെ നാമം ധരിച്ചവർ എഴുന്നേൽക്കും. അതിനാൽ യുവജനങ്ങളെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറാകുവിൻ. യുവജനങ്ങൾക്ക് മാത്രമല്ല, വാർദ്ധക്യത്തിലുള്ളവർക്കും അവർ ദർശനങ്ങൾ കാണും, കൂടാതെ ദൈവത്തിന്റെ ദാസന്മാരും. അതിനാൽ ഈ 3 തരത്തിലുള്ളവരും പരിശുദ്ധാത്മാവ് വർഷിക്കുന്നത് കാണാൻ പോവുകയാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെ അനുഗ്രഹമാക്കാനായി ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ജനങ്ങളിലും, പ്രത്യേകിച്ച് ദൈവദാസന്മാരിലും കൂടാതെ യുവജനങ്ങളിലും ദൈവമേ, ഇതുപോലെ മുതിർന്നവരിലും ദൈവമേ, അങ്ങയുടെ ശക്തിയുള്ള പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെയും തുറക്കണമേ, നാവുകളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ കൈകളെയും അത്ഭുതങ്ങൾക്കായി തുറക്കണമേ. അത്ഭുതങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കട്ടെ. ഈ വർഷം അങ്ങയുടെ മഹത്വത്തിനായി, അനുഗ്രഹങ്ങൾ പൊഴിയുന്ന വർഷത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ നടക്കുന്നു. ഈ മഹത്വത്തിനായി ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാ ജനങ്ങളിലും വർഷിക്കാനായി പാടുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ യേശുവിന്റെ സൗഖ്യമാകുന്ന ശക്തി എല്ലാവരിലും പൊഴിയുന്നതായി ഞാൻ കാണുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ കോശങ്ങൾ പുതിയതായിക്കൊണ്ടിരിക്കുന്നു. ഇവാഞ്ചലിൻ, സൗഖ്യത്തിനായി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ ശക്തിയുള്ള സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. കർത്താവേ, അങ്ങയുടെ മക്കളെ തൊടയണമേ. അവർ ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങ് അവരുടെ സമീപം തന്നെയുണ്ട്. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങ് അവരോടൊപ്പം ഉണ്ടാകണമേ. അവരോടൊപ്പം ഉണ്ടെന്ന് അങ്ങ് തെളിയിക്കണമേ. അങ്ങ് അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. എല്ലാ ഹൃദയങ്ങളും ശരിയായ വിധത്തിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രവർത്തിക്കട്ടെ. ജനങ്ങളെ തൊട്ട് സൗഖ്യമാക്കണമേ കർത്താവേ. എല്ലാ പരുക്കളും അദൃശ്യമാകട്ടെ. എല്ലാ മുഴകളും അപ്രത്യക്ഷമാകട്ടെ. കിഡ്നിയിലുള്ള കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ.
എല്ലാ ഞരമ്പുകളും എല്ലുകളും സൗഖ്യം പ്രാപിക്കട്ടെ, സുഖമുണ്ടാവട്ടെ. അവരെ തൊട്ട് സൗഖ്യമാക്കണേ കർത്താവേ. അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. അത്ഭുതം നടക്കുമാറാകട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുടുംബത്തെ യോജിപ്പിക്കണമേ കർത്താവേ, യോജിപ്പിക്കണമേ. അങ്ങയുടെ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പൊഴിയണമേ ദൈവമേ. അങ്ങയുടെ മക്കൾ പ്രവചിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കുമാറാകട്ടെ, സമൃദ്ധിയായി സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ സമ്മർദ്ദങ്ങളും, എല്ലാ അടിമത്തവും, എല്ലാ ശക്തികളും, മന്ത്രവാദ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. അതിനെ നരകത്തിലെ അഗ്നിയിലേക്ക് വലിച്ചെറിയുന്നു. അവരുടെ ശക്തി നശിപ്പിക്കുവാനായി ആജ്ഞാപിക്കുന്നു. എല്ലാവരെയും വിട്ടു പോകൂ. എല്ലാ മിനിസ്ട്രീസിനെയും വിട്ടുപോകൂ. ദൈവത്തിന്റെ ജനങ്ങളെ വിട്ടുപോകൂ. കുടുംബങ്ങളെ വിട്ടുപോകൂ. സമാധാനം ഉണ്ടാവട്ടെ, സ്വസ്ഥതയുണ്ടാവട്ടെ. മനസ്സിനും ശരീരത്തിലും ശക്തി പ്രാപിക്കുമാറാകട്ടെ. കുടുംബത്തിലും സാമ്പത്തിക സ്ഥിതിയിലും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിനെ പൊഴിയുന്നതിനായി നന്ദി പറയുന്നു ദൈവമേ. ജീസസ് കോൾസിലും കരുണയിലും ശീശയിലും പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മേൽ പൊഴിയട്ടെ. അങ്ങയുടെ നാമം വിശ്വസിക്കുന്നവരുടെ മേലും യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷു എ വെരി ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ 2025.